ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടാതെ അല്ലെങ്കിൽ വറി ചെയ്യാതെ ജീവിതം ആസ്വദിക്കട കഴുതേ എന്ന് പറയാം. മതം പറയുന്നത് എന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. അല്ലെങ്കിൽ മൂഢ നീ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറയുമ്പോൾ പ്രശാന്ത് പറയുന്നു അങ്ങനെ ഒരു സാധനമില്ല. സ്റ്റോപ്പ് വറി ആൻഡ് എൻജോയ് യുവർ ലൈഫ്. അദ്ദേഹത്തിന്റെ കാറിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയിലെ പണ്ട് ഉള്ള പരസ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് തിരിച്ച് പരസ്യം? അതിനകത്ത് ഇരിക്കുന്ന ആന്റി ഗോഡീസ് ആന്റി അമേരിക്കൻ ഒരു പരസ്യമാണ്, പരസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ദൈവവിരുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്ക വിരുദ്ധമാണ് എന്നാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഈ പരസ്യങ്ങൾക്കെതിരെ പ്രതികരിക്കണ്ടേ? അതുപോലെ തന്നെ സ്കൗട്ടിനകത്ത് ഈ പരസ്യം യഥാർത്ഥത്തിൽ അവിടുത്തെയുള്ള ഈ സ്വർഗരതിക്കാർക്കെതിരെയുള്ള പരസ്യമാണ്. അതായത് സ്കൗട്ടിനകത്ത് സ്വർഗരതിക്കാർ പാടില്ല. ഇന്ന് അതിനകത്ത് കൂടുതൽ അതെനിക്ക് വേറെ കാര്യം. അമേരിക്കയിൽ നമ്മൾ കാണുന്നുണ്ട് പോപ്പുലറായിട്ടുള്ള കൊമേഡിയൻസ് വന്ന് എത്തീസ്റ്റ് സോങ്ങുകൾ പാടുന്നു, സ്പീച്ചസ് നടത്തുന്നു. ഇപ്പം നിങ്ങൾ ഏറ്റവും കാണുന്ന ഇവിടെ ഗ്രേഡൻ സ്കോർ എന്ന് പറയുന്ന ഒരു റാപ്പ് സിംഗർ, അയാൾ ചെന്ന് നഗരങ്ങളിലൊക്കെ ചെന്നിട്ട് ഒരു ജാസും ഡ്രമ്മും ഒക്കെ വെച്ചൊരു മൈക്കും ഒക്കെ വെച്ചിട്ട് എത്തീസ്റ്റ് റാപ്പാണ് ചെയ്യുന്നത്. ഒരു PhD കാരനാണ് കളി. പക്ഷേ പരസ്യമായിട്ട് സാധാരണ അതിൽ ഈ ഉപദേശ പ്രസംഗം പോലെ ഓരോരോ സ്ട്രീറ്റുകളിൽ ചെന്നിട്ട് അദ്ദേഹം എത്തീസത്തിന്റെ പാട്ടുകൾ പാടുകയാണ്. കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ ഇന്റർനെറ്റിൽ ചെന്ന് അടിച്ചു നോക്കിയാൽ മതി. അഥവാ നാഷണൽ റെസ്പോണ്ടേഴ്സ് സ്ക്വാഡ് അമേരിക്കയിൽ ഇവര് പരസ്യമായിട്ട് പുറത്തു വരാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബ്ലാസ്ഫെമി, നിങ്ങൾ മതനിന്ദ നടത്തിക്കൊണ്ട് പുറത്തു വരിക. അങ്ങനെ ഏതാണ്ട് 50,000-ഓളം പേര് അമേരിക്കയിൽ പരസ്യമായിട്ട് ഈ ഒരു സംഘടനയുടെ ലേബലിൽ പരസ്യ പ്രസ്താവന നടത്തി പുറത്തു വന്നു എന്നുള്ളതാണ്. ഇത് എത്തീസ്റ്റിക് അലയൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ ഇതായിട്ട് നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്നതാണ്. ഡോക്കിൻസും തസ്ലിമ നസ്രീനും ആഡംസും അങ്ങനെ കുറേയധികം പേര്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് ബുഷ് സീനിയർ അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് നോ എത്തീസ്റ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ദ സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി, നോട്ട് ഷുഡ് ദേ ബി കൺസിഡേർഡ് പാട്രിയോട്സ്, ദിസ് ഈസ് വൺ നേഷൻ ഓഫ് ഗോഡ് എന്ന് ജോർജ് ബുഷ് സീനിയർ പറഞ്ഞപ്പോൾ 2009 അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അധികാരമേറ്റെടുത്ത ബാരക് ഒബാമ പറഞ്ഞത് എന്താണ്? This is a country for the Christians, for the Muslims, Jews, Hindus and the non-believers എന്നാണ് ബാരക് ഒബാമ ലോകം മുഴുവൻ കേൾക്കെ പറഞ്ഞത്. എത്തീസ്റ്റുകളെ അമേരിക്കയിലെ പൗരന്മാർ പോലും അല്ലെന്ന് ജോർജ് ബുഷ് സീനിയർ പറഞ്ഞെടുത്തു നിന്ന് 16 വർഷത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഈ രാജ്യം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും അവിശ്വാസികൾക്കും കൂടിയുള്ളതാണ് എന്ന് പറയണമെങ്കിൽ അവിടെ നടന്ന മാറ്റം അതാണ് ന്യൂ ഏജ് ഓഫ് റീസണിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഏരിയൻ ഷെറിനും റിച്ചാർഡ് ഡോക്കിൻസും ഇവർ ഈ ബസ് ക്യാമ്പയിൻസിന്റെ പരസ്യം. ട്രെയിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പരസ്യം, ട്യൂബ് ട്രെയിനകത്തുള്ള പരസ്യം. ഇതാണ് ഏരിയൻ ഷെറിൻ. ഷീ സ്റ്റാർട്ടഡ് ദ ബസ് ക്യാമ്പയിൻ. സമയമില്ല, ജസ്റ്റ് ഷീ ഓൾസോ ഹാഡ് സംതിങ് ലൈക്ക് ആൻ എഡിറ്റഡ് ബുക്ക്, എത്തീസ്റ്റ് ഗൈഡ് ടു ക്രിസ്മസ്. ഇതൊരു കളക്ഷൻ ഓഫ് എസ്സേസ് വെച്ച് അവർ ചെയ്ത ഒരു പത്രലേഖിയാണ്, കോമഡി ആർട്ടിസ്റ്റാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇതിനെതിരെ പരസ്യങ്ങൾ എത്തീസം പരസ്യങ്ങൾ നടത്തുമ്പോൾ എത്തീസ്റ്റുകളെ പോയി കൈവിട്ടുകയല്ല ചെയ്യുന്ന, അവർക്കെതിരെ പരസ്യങ്ങളാണ്. ഇപ്പോൾ ബെൽജിയത്തിൽ ഒരു ട്രെയിനിലെ പരസ്യം, ബെൽജിയം പ്രോബബ്ലി ഡസന്റ് എക്സിസ്റ്റ്, സോ സ്റ്റോപ്പ് വറിയിങ് ആൻഡ് എൻജോയ് ദ ബിയർ. തിരിച്ചിതിനെ കളിയാക്കിക്കൊണ്ടുള്ള പരസ്യങ്ങൾ, കളിയാക്കിക്കൊണ്ടുള്ള ഒരു കാർട്ടൂൺ നോക്കുക, എത്തീസ്റ്റ് പരസ്യമായിട്ടൊരു ബസ് പോകുന്ന അന്നേരം ദൈവം നിന്ന് കൈ കാണിക്കുന്നു. ഇത്തരം കാർട്ടൂണുകളിലൂടെയും പരസ്യങ്ങളിലൂടെയും എതിർ പ്രചരണങ്ങൾ നടക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് അത് നല്ല കാര്യമല്ലേ, പ്രചരിപ്പിക്കുക, എതിർ പ്രചരണം. പക്ഷേ ഇവിടെ നോക്കേണ്ടത് ഇവിടെ ആ വിദ്വേഷത്തിൻ്റെയും പകയുടെയും ക്രിമിനാലിറ്റിയുടെയും എലമെന്റ് ഇല്ല എന്നുള്ളതാണ്, വളരെ സജീവമായിട്ട്. ഇത് അമേരിക്കയിൽ ഇന്ന് കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 16-നും 28-നും ഇടയ്ക്കുള്ള ജനങ്ങളിൽ 4-ൽ ഒരാൾ അവിശ്വാസിയാണ് എന്നാണ് പറയുന്നത്. ഈ അവിശ്വാസം അവർ സ്വന്തം ഉടുപ്പിലും തൊപ്പിയിലും ഒക്കെ പ്രചരിപ്പിക്കുന്നു മാത്രമല്ല, ഇത് ഈവൻ ഈ നിലയിലേക്ക് വരെ അത് ഓവർ എന്തൂസിയാസം, അമിതമായിട്ടുള്ള ആവേശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. ഇനി അമേരിക്കയിൽ ഒരുപക്ഷെ അമേരിക്കയിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമുക്കറിയാം, ആൻഡ്രൂ കാർണേജി, വാറൻ ബഫറ്റ്, ബിൽ ഗേറ്റ്സ് പോലെയുള്ള ആൾക്കാരാണ്. ഒരുപക്ഷെ പല ആൾ ദൈവങ്ങളിലേക്ക് 100 ഇരട്ടി ധനസഹായം ലോകത്ത് ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ. ഇപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെയൊക്കെ സ്വന്തം മറ്റ ആദായത്തിൻ്റെ 54.5% കഴിഞ്ഞ വർഷം ചാരിറ്റി വർക്കിന് കൊടുത്തത്. അവർ ഇതേ കണക്ക് തുട്ട് വാങ്ങിക്കുന്നില്ല. വാറൻ ബഫറ്റ്, ഇപ്പൊ അമേരിക്കയിലൊക്കെ ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്. വെറും സോപ്പ് കമ്പനി പോലും അത് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്.
അതായത് ഇപ്പോൾ സാധാരണ ഇതിലൊരു കമ്പനിയുടെ ലാഭത്തിന്റെ ഇത്ര ശതമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റണം എന്നുള്ളത് ഒരു അൺറിട്ടൺ ലോ ആയിട്ട് തന്നെ അമേരിക്കയിൽ മാറിയിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തർ കോടികൾ കൊടുത്തിട്ട് ശതകോടികൾ സമ്പാദിക്കുന്നുണ്ട്. അവരങ്ങനെയല്ല ചെയ്യുന്നത്, അവർക്ക് പരസ്യമൊന്നുമില്ല, മറിച്ച് അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു അവസ്ഥ ലോകത്തെമ്പാടും വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവിടെ റിലയൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈസ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് തന്നെയാണ് പലപ്പോഴും ഇവിടുത്തെ ആൾദൈവങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കേസ്. ഇപ്പോൾ സ്റ്റോൾമാൻ ലിനക്സിന്റെ പക്ക എത്തിസ്റ്റാണ്. ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് പ്രോഗ്രാം എന്നൊക്കെ അറിയാം. മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ്, റിച്ചാർഡ് ബ്രാസ്നൻ, ഒരു ഹെലികോപ്റ്റർ കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. വാറൻ ബഫറ്റ്, ലോകത്തെ ഏറ്റവും വലിയ ധനികരിൽ 2ാം സ്ഥാനം ബഫറ്റ്, 1ാം സ്ഥാനം ബിൽ ഗേറ്റ്സ്. ഇവരെല്ലാം റിച്ച് ആണ്. ദേ ആർ റിച്ച് ഇൻ ദെയർ ഡൗട്ട്സ് ഓൾസോ. അവരെല്ലാം ധനികരുമാണ്. അവർ സംശയത്തിന്റെ കാര്യത്തിലും മതപരമായ സംശയത്തിന്റെ കാര്യത്തിലും അവർ ധനികരാണ്. ഇവരെല്ലാം പുറത്തു വരുന്നു എന്നുള്ളതാണ് അമേരിക്കയിൽ നമ്മൾ കാണുന്ന ഒരു മാറ്റം. അതിൽ ശാസ്ത്രജ്ഞന്മാര്, അറ്റൻബറോ, കാൾ സാഗൻ മരിച്ചുപോയി. ശാസ്ത്രജ്ഞന്മാര് റാഷണാലിറ്റിയുടെ ഫോർ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് അപൂർവമായിരുന്നു. പക്ഷെ അമേരിക്കയിൽ മാറി. ഇപ്പോൾ ഡോക്കിൻസ് വരുന്നത് പോലെ കാൾ സാഗൻ ഉണ്ടായിരുന്നു കുറെ നാള്. അറ്റൻബറോ, റിച്ചാർഡ് അറ്റൻബറോ, ദെൻ യൂജനി സ്കോട്ട്, സ്റ്റീഫൻ വീൻബർഗ്, ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ റൈറ്റർ, ദെൻ സ്റ്റീഫൻ പിങ്കോ, മൈക്കൽ ശർമ്മ, പീറ്റർ സിംഗോ. ഇവരെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ സമയമില്ലാതെ ക്ഷമിക്കണം, നമുക്ക് ടൈം ലൈൻ ഉണ്ട്. പറയാനാണെങ്കിൽ എന്താ പറയാ, കൈനോട്ടക്കാർ പറയുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ടൈം ഇല്ല. BC മേയേഴ്സ്, ആൻഡി തോംസൺ, ലോറസ് ക്രോസ്, ഡോക്ടർ കാർലിൻ പ്രോക്കോ, ഷീസ് ആൻ അസ്ട്രോണമർ, ദെൻ ജെറി കോയിൻ, ദെൻ വാട്സൺ ആൻഡ് ക്രീക്ക്. നിങ്ങൾക്കറിയാം വാട്സൺ ആൻഡ് ക്രീക്ക്, നിങ്ങൾ DNA ഒക്കെ പഠിച്ചവർക്കറിയാം. ഇവരെല്ലാം സംബന്ധിച്ച് പരസ്യമായി അവരുടെ അവിശ്വാസം തുറന്നു പറയുകയും ശാസ്ത്രജ്ഞന്മാർ പൊതുവിൽ അവരുടെ ഇമേജ്, ജോലി, ശമ്പളം, സ്വീകാര്യത അതൊന്നും തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഒന്നും തുറന്നു പറയാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. They don't mind telling the truth. സ്പെയിനിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്പെയിനിൽ ഇന്ന് ഏതാണ്ട് 25% ഈ അടുത്ത കഴിഞ്ഞ വർഷം നടന്ന സർവേയിൽ 25% അവിശ്വാസികൾ. ഇനി രാഷ്ട്രീയ രംഗത്തും മാറ്റമുണ്ടാണ്. അമേരിക്കൻ കോൺഗ്രസിൽപ്പെട്ട ആദ്യമായിട്ട് പീറ്റർ സ്ട്രാക്ക് എന്ന് പറയുന്നത്, ഈ കാണാൻ 4ാമത്തെ ചിത്രം, സ്റ്റാക്കാണ് ആദ്യത്തെ അമേരിക്കൻ കോൺഗ്രസ് മെമ്പേഴ്സിൽ നാസ്തികത പരസ്യമായിട്ട് അംഗീകരിച്ച വ്യക്തി. 545 അംഗങ്ങളുള്ള അമേരിക്കൻ കോൺഗ്രസിൽ ഒരേ ഒരാളാണ് നാസ്തികത പരസ്യമായിട്ട് അംഗീകരിച്ചതെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നില്ലേ? 20% ജനങ്ങൾ അവിടെ അവിശ്വാസികളാണ്. പക്ഷെ ഇത് മാറി വരികയാണ്. ഇപ്പൊ അമേരിക്കയിൽ, ഇപ്പോൾ ബ്രിട്ടനിൽ തന്നെ എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ നിക് ക്ലഗ്, ഹീസ് ആൻ കൺഫേംഡ് എത്തീസ്റ്റ് ആണ്. അവിടെ പഴയ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള അലൻ ജോൺസൺ, പഴയ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ഡേവിഡ് മിലിബാൻഡ്, ഇപ്പൊ ലേബർ പാർട്ടിയുടെ പുതിയ പ്രസിഡന്റ് എഡ് മിലിബാൻഡ്, ഈവൻ ജോർജ് ബുഷിന്റെ ചീഫ് പൊളിറ്റിക്കൽ അഡ്വൈസർ ആയിട്ടുള്ള കാൾ റോവ്, ഹി വാസ് ഓൾസോ ആൻ എത്തീസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഈ തലങ്ങളിൽ രാഷ്ട്രീയത്തിൽ നിരീശ്വരവാദികൾ അവർ സ്വയം പ്രഖ്യാപിക്കുകയും അവരുടെ സാന്നിധ്യം പ്രകടമായി തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇന്ന് നേരെ തിരിച്ചാണ് കാണുന്നത്. ഇത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ജൂലിയൻ ഗിലാർഡ് കൺഫേംഡ് എത്തീസ്റ്റ് ആണ്. ആദ്യ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു, വീണ്ടും എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇലക്ഷനിൽ ജയിച്ചു. അവരൊരു വീഡിയോ ഉണ്ട്. Good evening, Prime Minister. While reading the letters to the editor in the local paper, I've noticed a good deal of negative sentiment towards you and your declared atheism. Prime Minister, do you regret being quite so honest about your personal views? Oh, no, I don't. I understand that it's, one of those things that people will think about and consider. It'll be there in the public debate. It's been there in the public debate now. But, I think for myself that, the worst thing that I could do, the most offensive thing that I could do for persons of faith is to pretend a faith I don't feel. I think that would be the most offensive thing I could do. I grew up here in South Australia. I grew up going to a Baptist church, to Mitcham Baptist. We lived 2 doors down from the minister. I grew up, with the minister's kids. Reverend Porter, his daughter Helen, was one of my best friends. I know what it's like to be a churchgoer. In my adult life, I, didn't find that in me to have that faith. So what does that mean? Well, that means that's who I am. What does it mean for my respect for people of faith? Well, obviously, I respect people's faith and choices. And the great thing about this country
is each and every day. I think in the way that we treat each other, we prove that we respect everybody's decisions about their faith. As Prime Minister, I'd certainly be respecting everybody's decisions about their faith. And I can say that there are church groups that I've met with, dealt with, whilst I've been in public life, that have shown governments how to get it done, to actually act on questions of poverty and inclusion in this country, and I respect that. I really respect that. Lady down the front in the red. Lady in the red had her hand up. Okay. Good evening, Prime Minister. You have declared yourself an atheist, which by definition and most dictionaries means you are a non-believer. How then will that impact on the oath of office which you must take on becoming PM? Should you win this coming election, how will it impact on any future situations where you will be called on to swear by Almighty God? Therefore, is it not hypocritical of you to swear on the Bible if you are a committed atheist? Thanks for that question, and I don't swear on the Bible. I've, at all points during the time I've been in Parliament, made an affirmation. So when you're sworn in as a Member of Parliament, you've got the choice to swear on the Bible or make an affirmation, in the same way as, you know, if you went to court and had to give witness evidence, you would be given the choice. We have the same choice. I have been sworn in as Prime Minister, and I was sworn in using an affirmation. Julian Assange, നമ്മുടെ വിക്കിലിങ്സിന്റെ ലോകം മുഴുവൻ വിറപ്പിച്ച വ്യക്തിയാണ്. He was also a confirmed atheist. പിന്നെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കാണുന്നത് എക്സ് മുസ്ലിംസ് ഫോറംസ്, മുസ്ലിങ്ങളിൽ നിന്നുള്ള പുറത്തു വരുന്നവർക്ക് മരണം സമ്മാനമായിട്ട് കൊടുക്കുന്ന അവസ്ഥയിൽ ആളുകൾ പരസ്യമായി പുറത്തു വരികയും ഇന്റർനെറ്റിൽ അവരുടെ പണം തന്നെ കൊടുത്തുകൊണ്ട് അവർ പുറത്തു വരികയാണ്. എക്സ് മുസ്ലിംസ് ഫോറംസ് യൂറോപ്പിലും അമേരിക്കയിലും വളരെ ശക്തമായിട്ട് വരികയാണ്. അവരുടെ മീറ്റിങ്ങുകളാണ് ഈ കാണുന്നത്, ഹെവിലി അറ്റൻഡഡ് ആണ്. എക്സ് മുസ്ലിം പാർലമെന്റ് ഉണ്ട് യൂറോപ്പിൽ. എല്ലാ രാജ്യങ്ങളിലുള്ള എക്സ് മുസ്ലിംസ് ഒന്നിച്ചേർന്ന് അവർ റാലി, പരസ്യമായ റാലി വരെ നടത്തുകയാണ്. ഇത് ചിന്തിക്കാൻ കഴിയില്ല. ആരും നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ അപ്പോഴേ നിങ്ങളെ കൊല്ലുക ചെയ്യാം. പക്ഷേ യൂറോപ്പിൽ ആയിരക്കണക്കിന് മുസ്ലിംസ് മതത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ്. പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളിൽ പലതും ഞാൻ ചില പുസ്തകങ്ങൾ റെസ്ലിംഗ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള ഗുസ്തി, ഗോഡ് പ്രോബ്ലം, ദ ഗോഡ് വൈറസ്, ദ ഗോഡ് ഹെയ്റ്റ്സ് യു, ദൈവം നിങ്ങളെ വെറുക്കുന്നു, കാരണം ഗോഡ് ലവ്സ് യു എന്നാണ് പറയുക. ബൈ ബിക്കം ആൻ എത്തിസ്റ്റ്, സോ മെനി ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ബുക്സ്. പിന്നെ അതുപോലെ തന്നെ പഴയ പുരോഹിതന്മാരുടെ പുസ്തകങ്ങൾ. പുരോഹിതനാണല്ലോ ഏറ്റവും മിക്കവാറും ഇന്ന് ക്രിസ്ത്യാനിറ്റി തന്നെ നല്ലൊരു ഭാഗം പുരോഹിതന്മാർ അവിശ്വാസികളാണ്. അവരെല്ലാം നഷ്ടപ്പെടുന്നതുകൊണ്ടൊന്നും പറയാത്തതാണ്. ഇപ്പം ഡാൻ ബാർക്കറിനെ പോലെയുള്ള ആൾക്കാർ, പുള്ളിയുടെ ഒരു അനുഭവം നാസ്തികനായ ദൈവത്തിനകത്ത് പറയുന്നുണ്ട്. പുള്ളി കുറേ നാളിങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒളിച്ചിരുന്നു, പറയാതിരുന്നു, അവസാനം ഗതികെട്ട് പറയാനുണ്ടായിരുന്നു. ലൂസിങ് ഫെയ്ത്ത് ഇൻ ഫെയ്ത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് വായിക്കണം. ഡാൻ ബാർക്കറുടെ ലിവിങ് ദ ഫോൾ, മാർലിൻ വിന്നൽ, ദ അൺനോൺ ഗോഡ് ബൈ ആന്റണി കെനി. അതുപോലെ തന്നെ ഒരുപാട് ഹോളിവുഡിലെ ഒരുപാട് ചിത്രങ്ങൾ, പുതുതായിട്ട് ഇംഗ്ലീഷ് സിനിമകൾ എത്തീസ്റ്റ് കണ്ടന്റുമായിട്ട് വരുന്നുണ്ട്. അത് വളരെ അൺഹേർഡ് ആയിട്ടുള്ള കാര്യമാണ്, കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഇവിടെ കേരളത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, മിക്കവാറും ചിത്രങ്ങളെല്ലാം അവസാനം യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന് പറയുന്നവൻ അവൻ ഇരുമുടിക്കെട്ട് എടുത്തുകൊണ്ട് ശബരിമല പോകുന്നതായിട്ടോ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടോ കാണിച്ച് അവനെ അവഹേളിച്ച് പരിഹസിച്ച് ആയിരിക്കും മിക്കവാറും എല്ലാ സിനിമകളും അവസാനിക്കുന്നത്. അപ്പോൾ പൈതൃകം പോലെയുള്ള ഒരു സിനിമ ഒരാളെ മഴ പെയ്യിച്ചിട്ട് എത്തീസ്റ്റിനെ തോപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ കണ്ടാലും നമുക്ക് ജീവിക്കാം. കേരളത്തിലൊക്കെ ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ യുക്തിവാദികളെയും അവിശ്വാസികളെയും കളിയാക്കിക്കൊണ്ടിറങ്ങുന്നു. കാര്യം അവർ തെരുവ് എത്തിക്കുകയോ കൈവെട്ടുകയോ ഒന്നും ചെയ്യില്ലെന്ന് എല്ലാവർക്കും അറിയും. പക്ഷെ അമേരിക്കയിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് എത്തീസ്റ്റും മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ദ ഗോഡ് ഹു വാസ് ഇൻ ദെയർ, അത് ഒരു ചിത്രമാണ്. റിഡിക്കുലസ് എന്നുള്ളതിൻ്റെ പാരഡിയാണ്, റിലീജിയസ് എന്നുള്ളതിൻ്റെ കുറേ ചിത്രങ്ങളിലാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ CD തരാം, നിങ്ങൾ നോക്കിയാൽ മതി കുറച്ച്. ഇപ്പോൾ 2011 ഇറങ്ങിയ ഒരു പടമാണ്. ഇപ്പോൾ ഇത് റിലീസായിട്ടില്ല. ദ ലെഡ്ജ് എന്ന് പറയുന്നത് ഒരു മുഖ്യധാര സിനിമയാണ്. ഇതിനകത്തൊരു എത്തീസ്റ്റ് ഹീറോയും ഒരു കൺസർവേറ്റീവായിട്ടുള്ള ക്രിസ്ത്യൻ വില്ലനുമാണുള്ളത്. ഇത് DVD കിട്ടുവാണെങ്കിൽ ഒന്ന് കണ്ടുപോകണം. അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ മുഖ്യധാര സിനിമയിൽ
എത്തീസം മെയിൻ കണ്ടന്റ് ആയിട്ട് സിനിമ, കമേഴ്സ്യൽ സിനിമ വരുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഇതിന്റെ സ്വീകരണം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഈ സിനിമ വിജയിക്കുകയാണെങ്കിൽ ഇതേ കണക്ക് ഒരുപാട് സിനിമകൾ വരും. ഇപ്പൊ പാഷൻ ഓഫ് ക്രൈസ്റ്റ് പോലെയുള്ള ഒരു സിനിമ മതവിശ്വാസികളെല്ലാം പോയി കണ്ട് വിജയിപ്പിച്ചു. അതിനുശേഷം ഒരുപാട് റിലീജിയസ് പിക്ചേഴ്സ് ഹോളിവുഡിൽ വന്നു. ഈ ചിത്രം വിജയിക്കുകയാണെങ്കിൽ ആളുകൾ ഇതേ കണക്ക് എത്തീഷ് പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത എത്തീഷ് പടം വരണമെങ്കിൽ കുറേ നാൾ പിടിക്കും. കേരളത്തിലും ഇന്ത്യയിലും ഇങ്ങനെയുള്ള പടങ്ങൾ കുറേശ്ശെ വരുന്നുണ്ട്. ഇപ്പോൾ നാൻ കടവുൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ട് പറയാം. ബേസിക്കലി അതിൻ്റെ കണ്ടന്റ് കോർ എത്തീസം തന്നെയാണ്. ദശാവതാരം, കുറച്ച് നടന്മാരൊക്കെ ഉണ്ട്, ബാല പോലെയുള്ള സംവിധായകന്മാർ, സത്യരാജ്, കമൽഹാസൻ, സുഹാസിനിയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം അന്നൊക്കെ അങ്ങനെയായിരുന്നു. നെപ്പോളിയൻ, കുറേ DMK-ക്കാരുണ്ട്. പിന്നെ ഇത് ഡാർവിൻ്റെ ബയോഗ്രഫിക്കലായിട്ടുള്ള ഒരു പിക്ചറാണ്, ബയോ പിക്ചറാണ്. ഇതിനകത്ത് ഡാർവിൻ കൃത്യമായിട്ട് അവിശ്വാസം തുറന്നു പറയുന്നുണ്ട്. പക്ഷേ ഈ പടത്തിന് അമേരിക്കയിൽ ഇതുവരെ വിതരണക്കാരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസ് തുറന്നു പറയുന്ന ഇയാൻ മക്കല്ലൻ, റോവാൻ അറ്റ്കിൻസൺ, നമ്മുടെ മിസ്റ്റർ ബീൻ, അതുപോലെ ഡാനിയൽ റാഡ്ക്ലിഫ്, നമ്മുടെ ഹാരി പോട്ടറായിട്ട് അഭിനയിക്കുന്ന പയ്യൻ, 19-20 വയസ്സേ ഉള്ളൂ. പക്ഷേ ഹി സിംപ്ലി സെഡ് നോ ടു റിലീജിയൻ, മതം സഹിക്കാൻ വയ്യ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പയ്യൻ. ആന്റണി ഹോപ്കിൻസ്, കാനു റീവ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മെട്രിക്സ് എന്നൊരു സിനിമയിൽ. ജൂഡി ഫോസ്റ്റർ, എമിലി മോർട്ടിമർ, ബ്രൂസ് വില്ലിസ്, ജാക്ക് നിക്കോൾസൺ, ബൂഡി അലൻ, ഇവരെല്ലാം തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് തങ്ങൾ അവിശ്വാസികളാണെന്ന് പറയുന്നു എന്നുള്ളത് നിസ്സാര കാര്യമായിട്ട് കാണേണ്ടതില്ല. കാര്യം കേരളത്തിൽ എത്ര നടന്മാരുണ്ട്. ഇനി അതുപോലെ നമ്മുടെ ബ്രൂസ്ലിയുടെ ഒരു പത്തലയം ചോദിച്ചപ്പോൾ, വളരെ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നൺ വാട്സ് ഓവർ, എന്തിലെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നിലുമില്ല. വീണ്ടും സ്ട്രെസ് ചെയ്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ടു ബി പെർഫെക്റ്റ്ലി ഫ്രാങ്ക് ഐ റിയലി ഡു നോട്ട് ബിലീവ്. ആൻഡ് അനിയൻ ചോദിച്ചു നിങ്ങൾ ചേട്ടനിൽ എന്തിലാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ ബ്രൂസ്ലി തമാശയായിട്ട് പറഞ്ഞു ഐ ബിലീവ് ഇൻ സ്ലീപ്പിംഗ്, എനിക്കൊന്ന് ഉറങ്ങണം. ബ്രൂസ്ലിയൊക്കെ പലരുടെയും ആരാധ്യ പുരുഷനാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചെഗുവേരയും ബ്രൂസ്ലിയൊക്കെ ആരാധിക്കുന്നവർ അറിയുക അവരും ബുദ്ധിമാന്മാരായിരുന്നു എന്ന്. റിച്ചാർഡ് ഡോക്കിൻസിനെ ഞാൻ പല പരിപാടികളിലും ഡോക്കിൻസിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഡോക്കിൻസ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നാസ്തിക ചിന്തയിലും നാസ്തിക പ്രവർത്തനത്തിലുണ്ടായ മാറ്റം അത്ര നിസ്സാരമായിട്ട് കാണേണ്ടതില്ല. അദ്ദേഹത്തിന് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ DVD-കൾ, CD-കൾ, ഇത്രയും പ്രശസ്തനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള ഒരു പരിണാമ ശാസ്ത്രജ്ഞൻ പക്ക എത്തീസതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഗോഡ് ഡെലൂഷൻ പോലെയുള്ള പുസ്തകങ്ങൾ ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ 15 ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ആലോചിച്ച് നോക്കുക, ആരേത് വാങ്ങി വായിക്കുന്നത്? ജനത്തിന് ഇത് വായിക്കണം എന്നുള്ള താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നാസ്തികനായ ദൈവം ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തിയതാണ്. പിന്നെ വേറെ ഒരുപാട് പുസ്തകങ്ങൾ, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, സാം ഹാരിസ്, ഡാനിയൽ ഡനറ്റ്, ഇങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് അമേരിക്കയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രത്യേകിച്ചും നാസ്തിക ചിന്തകളുമായിട്ട് മുന്നോട്ട് വരികയാണ്. പിന്നെ പോപ്പ് ഈയിടെ ബ്രിട്ടനിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പോപ്പ് ഗോ അവേ നെവർ കം എഗെയിൻ എന്നുള്ള മുദ്രാവാക്യമാണ് അവർ ഉപയോഗിച്ചത്. അതായത് പോപ്പിന്റെ എന്താ പറയുക സന്മാർഗിക വൈദികരുടെ സന്മാർഗിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് പോപ്പിനെതിരെ 10,000 പേര് അണിനിരുന്ന ഒരു റാലി ലണ്ടനിൽ സംഘടിപ്പിച്ചു വന്നവർ. Friends, Roman Pontiff, countrymen, we are here today to celebrate our faith in liberty of conscience, our faith in equality, our faith in human rights. It is a great tribute to our secular democracy that the leader of a minority religion has been allowed in the last 3 days to give joy to his countrymen and to insult this country, he and his entourage, with allegations that we're about to abolish Christmas. That was last abolished in 1648 by mad, raving religionists. They thought it was a pagan celebration. That we are aggressive atheists. He's been met with the most utter, exquisite, grovelling politeness. And that somehow we are in an uncivilized third world country. What is civilized about demeaning women, demonizing homosexuals,
wishing that IVF children had never been born. Our only crime, our only failure, has been silence. Where are our leaders to stand up for British values? I was at first as outraged as everybody else by the Pope's opening remarks as soon as he landed in Edinburgh, blaming atheists for the atrocities of Hitler and the others of the 20th century. But then I took comfort from it, because it seemed to me that in a way it was showing that we had rattled them so much that he was forced to the ignominious expedient of attacking us so as to divert attention from the real crimes that had been committed in the name of the Catholic Church. I can just imagine the discussions in the corridors of Vatican power. How are we going to distract them from buggering boys? And the answer came, why don't we attack secularists? Why don't we attack atheists? Why don't we blame them for Hitlerism? Adolf Hitler, was a Roman Catholic. He was baptized, he never renounced his baptism. The figure of 5 million British Catholics is presumably obtained from baptismal figures. I don't believe a word of it. I don't believe there are 5 or 6 million British Catholics. There may be 5 or 6 million who have been baptized, but if the Church wants to claim them as Catholics, then they have to claim Hitler as a Catholic. When we were children and the priests were raping us and sodomizing us and sexually abusing us, we thought we were all alone, and we felt very alone, guilty, and ashamed. And over these past years, and more recently, even in these past months, many of us as victims have found each other, and we have learned that we're not alone. And I must tell each and every one of you, thank you from the bottom of my heart for all the victims, because today we recognize that you too care about the victims. We heard the Pope make statements today, and they were declared to be the most profound apologies yet. But let's be clear, apologies do not protect children. In order to protect children, we need the Pope to take action. So here's the action that we believe is very simple to take. It won't cost much at all, but it will profoundly protect children today. Number one, we believe that the Pope should put on a website the database of the names of all the credibly accused priest predators. Unlike the Pope, we are Democrats. We defend his right to come to Britain and express his point of view. But we also assert our right to protest against his often harsh, intolerant teachings. Unlike the Pope, we practice tolerance. We did not witch hunt liberation theologians in South America. The Vatican did. Since he's been in Britain, the Pope has made another of his half-baked apologies. He always apologizes
for the failings of others in the church, but never for his own failings. As the esteemed Catholic theologian Hans Kung has said, Pope Benedict bears co-responsibility for the cover-up of child sex abuse and the protection of pedophile priests. The Pope says we need the corrective supplied by religion. That is exactly what we don't need. Look around, everywhere. You see the murder and mayhem supplied by religion. We are not on another planet, or speaking of centuries past, where someone can get away with saying this. Every second of every minute of every hour of every day, we see religion's corrective supplied to the world, from stem cell research to family planning to exemptions to discriminations. The Pope himself condemned our intolerant secularism and our aggressive atheism. And last night in Westminster Hall, just down the road, speaking to the political elite of our country, the Pope questioned whether secular democracy alone could have any values at all. Well, Britain is not a perfect country. It's true that as a matter of national policy, we don't use our status as a nation to lobby at the UN against the human rights of women, or against the human rights of lesbian and gay people. It's true that our state doesn't use its recognition as a state to lobby against the use of condoms, even in places suffering epidemics of HIV/AIDS. It's true that our country has never, as a matter of national policy, concealed the sexual abuse of children and frustrated justice for survivors of sexual abuse. But I don't think that makes us a moral wasteland. And I'd rather be a citizen of Britain than of the Holy See. I just want to deal with a false charge against Joseph Ratzinger in the name of even-handedness. There have been lots of people who've said that Joseph Ratzinger didn't do enough about child sexual abuse in the Catholic Church. Actually, that's not true. He did a lot. For 25 years, he did a lot. He actively covered up the rape of children. He actively helped those paedophiles. There are thousands of children who were abused as a direct result of what he did, and we have got the paper trail. Anyone who wants to can go on Google, they can find documents leaked by good and decent Catholics. Let me give you just one example. In 2001, he wrote to every bishop in the world, and he told them to keep this memo in their safe. And he said that any allegations of child sexual abuse should be dealt with, quote, in the utmost secrecy, restrained by perpetual silence, under pain of excommunication. Imagine if you had done this where you work. Imagine if in your office you found out that there was a bunch of paedophiles running the creche, and you went to your boss and he said, we deal with this in-house. No one goes to the police. You go to the police, you're out. And he moved those paedophiles to the other office in Slough, and they raped another load of kids. And the boss swore all of them to secrecy. Every single one of you would go to prison for that. Joseph Ratzinger is not above the law. He is a person like all of us, and he should be held accountable under the law. And I would just say to all the Catholics who are queuing up to go and hear this man, take a look at the man on your crucifix. I don't believe in Christianity, but I can admire some of the ideas that Jesus articulated. Who do you think Jesus Christ would be standing with? The man who covered up the rape of children, or us in solidarity with all those raped kids? ഇനി കഴിഞ്ഞ 10 വർഷമായിട്ട്
അല്ല 15 വർഷമുണ്ട്. ഏറ്റവും വലിയ സംഭവമാണ് ഈ ഭീകരതയുടെ ഒരു ഉദയവും അതിനുശേഷം ഈ ജെന്റിൽമാന്റെ മരണവും. അദ്ദേഹം വളരെ സുഖകരമായിട്ട് നല്ല ഈ അശ്ലീല